ഫ്രണ്ട്സ് ആൻഡ് വീലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയമാണ് നമ്മളെങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു മക്കളിലെ പെൻസിൽ ഗ്രിപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് പ്രീ റൈറ്റിംഗ് സ്കിൽസ്, അതിനെ പറ്റിയാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കളറിങ് ബുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പേപ്പർ കൊടുത്താലും മതി. ക്രയോൺസ് കൊണ്ട് എങ്ങനെയാണ് സ്ക്രിബിൾ ചെയ്യേണ്ടത് പഠിപ്പിച്ച് കൊടുക്കുക. എങ്ങനെയെങ്കിലും അവർ സ്ക്രിബിൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർ തന്നെയാവും എനിക്ക് തോന്നുന്നത്, എല്ലാം പിള്ളേരും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത്തെ സ്റ്റേജാണ് കൺട്രോൾ സ്ക്രിബിൾ. ഇങ്ങനെ ഒരു ഷേപ്സ് വരച്ച് കൊടുത്ത് അതിൽ കളർ ചെയ്യാൻ പറയുക, പുറത്തേക്ക് പോവാണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെടും, എല്ലാം പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോയിനിങ് ഡോട്ട്സ്, അതായത് ഡോട്ട്സ് നമ്മൾ 2 ഡോട്ട്സിനെ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങനെ ഷേപ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ക്രോസ്, ഹാർട്ട്, സർക്കിള്, ഇങ്ങനെ ഷേപ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റൊക്കെ വരും. എഴുതാൻ പഠിക്കണേ മുമ്പ് നമ്മളിങ്ങനെ ഷേപ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ആദ്യം എഴുതാൻ പഠിക്കുന്നതാണ് സ്റ്റാൻഡിങ് ലൈൻ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ സ്റ്റാൻഡിങ് ലൈൻ കഴിഞ്ഞിട്ടാണ് സ്ലീപ്പിംഗ് ലൈൻ. ഈ ലൈൻസൊക്കെ പഠിച്ചാലാണ് നമുക്ക് ആൽഫബറ്റ്സൊക്കെ എഴുതാൻ ഈസി ആവുള്ളൂ മക്കൾക്ക്. അപ്പോൾ സ്ലീപ്പിംഗ് കഴിഞ്ഞിട്ടാണ് കർവ് വരുന്നത്. ഈ സി എഴുതാനൊക്കെ എളുപ്പത്തിന് എങ്ങനെയാണ്, കർവ്സ് ആണ്. നമ്മൾ കുറേ ലെറ്റേഴ്സ് സി, യു, അത് കഴിഞ്ഞിട്ടാണ് പാറ്റേൺസ്. ഇതിൽ കുറേ പ്രാക്ടീസ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കിട്ടാം നമുക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ ഇതേപോലെ എഴുതിയിരിക്കും. ഇതേപോലെ റെഗുലർ ബേസിസിൽ എഴുതുകയാണെങ്കിൽ അവരെന്തായാലും സ്കൂളിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് അവർക്ക് എഴുതാൻ പറ്റും ആൽഫബറ്റ്സൊക്കെ. അപ്പോൾ നമ്മൾ കുഞ്ഞു മക്കൾക്ക് ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുക. താങ്ക് യു.